ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഒരു അറേബ്യൻ റൈസ് റെസിപ്പി ആയിട്ടോ. നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി ചോറ് തന്നെയാട്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനില്ലേ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ ഒരു 1.5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് ഇതാ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ. അളവുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് റൈസ് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ പറഞ്ഞിട്ടുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം വഴറ്റിയതിന് ശേഷം ഒരു സവാള ഇട്ട് കൊടുത്ത് സവാള ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് ക്യാപ്സിക്കും പച്ചമുളകും പിന്നെ നമ്മുടെ ടൊമാറ്റോയും ഒക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഞാൻ നമ്മുടെ ടൊമാറ്റോയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അളവുകളൊക്കെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഡ്രൈ ലെമൺ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ, സ്പെഷ്യൽ മസാലപ്പൊടി നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ല, അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ റൈസിനനുസരിച്ച് വെള്ളം ചേർക്കട്ടോ. ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ട് ആ ചിക്കൻ ഒന്ന് അതിൽ കിടന്ന് കുറച്ച് വെന്തതിന് ശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കൂ.